ചങ്ങായിമാരെ, നമ്മളെ നാടിന്റെ ഇപ്പത്തെ അവസ്ഥ എന്ത് പരിതാപകരാ നോക്കിയട്ടെ. ട്രംപിന്റെ മുന്നിൽ നമ്മളെ ജി ഉണ്ടല്ല മുട്ട് മടക്കിയിരിക്കുകയാണ്. നമ്മളെ ജി മുട്ട് മടക്കി എന്ന് പറയുമ്പോൾ സംഖ്യകൾ എന്താ പറഞ്ഞറിയാം? അയ്യോ, നമ്മളെ ജി മുട്ട് മടക്കിയതല്ല, അതുണ്ടല്ല ട്രംപിനെ കാല് വാലിടാൻ വേണ്ടി മുട്ട് മടക്കിയ പോലെ ഇരിക്കുന്നതാണ് സംഖ്യകൾ പറയുന്നത്. ഇങ്ങനത്തെ വിവരം പോലും അത് ചാണക സംഖ്യയോട് നമ്മൾ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇങ്ങനത്തെ ഊള ഡയലോഗ് അടിച്ച് ഇന്നലെ ആശ്മിന്റെ ചർച്ചയ്ക്ക് ഒരു ചാണക സംഖ്യ പോയി അങ്ങ് ഇരുന്നെടുത്ത് ആശ്മി ആ ചാണക സംഖ്യനുണ്ടല്ല കണ്ടം വഴി അങ്ങ് ഓടിച്ചു കൊടുത്ത്. ആശ്മി മാത്രമല്ല, ആശ്മിന്റെ കൂടെ ഒരു പഴയ പട്ടാളക്കാരനുണ്ടായിരുന്നു. രണ്ടാളും കൂടിയാണ് കണ്ടം വഴി ആ സംഖ്യ ഓടിച്ചത്. നമുക്കെന്തായാലും പച്ചക്കളവും പൊട്ടത്തരവുമായിട്ട് ആശ്മിന്റെ ചർച്ചയ്ക്ക് പോയ ശ്യാംരാജ് എന്ന പേരുള്ള ആ ചാണക സംഖ്യയെ ആശ്മിയും ആ പഴയ പട്ടാളക്കാരനും കൂടി കണ്ടം വഴി ഓടിക്കുന്ന മനോഹരമായ കാഴ്ച കണ്ടിട്ട് വന്നാലോ? ശ്യാംരാജ്, ഇവിടെ ഇന്ത്യ സ്ട്രാറ്റജിക് ഓയിൽ ഡിപ്ലോമസി അണ്ടർ PM നരേന്ദ്രമോദി സക്സീഡ്സ്. ബിജെപിയുടെ വക്താവ് ആരാണ് അദ്ദേഹത്തിന്റെ പേര്? ബിജെപിയുടെ വക്താവ് പ്രദീപ് ഭണ്ഡാരി പറഞ്ഞതാണ് കേട്ടോ. ഇത് എവിടെ നിന്ന് എപ്പോൾ എണ്ണ വാങ്ങണം എന്ന ഒരു തിട്ടൂരത്തോട് ഏതോ ഭാഗത്ത് ആല് വിളിച്ചാൽ അതും തണൽ എന്ന് പറഞ്ഞ പോലെ ആയല്ലോ പി ശ്യാംരാജ്. നിങ്ങളുടെ വക്താവിന്റെ പ്രതികരണം ഒന്ന് നോക്കൂ ഹാഷ്മി. ഇവിടെ ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ എന്താണ്? ഇവിടെ ഈ ഇന്ത്യ അടക്കമുള്ള ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിൽ മറ്റേതെങ്കിലും രാജ്യത്തിന് ഇടപെടാൻ വേണ്ടി പറ്റുമോ? ഇന്ത്യയുടെ പരമാധികാരത്തിൽ ആരെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ? നിങ്ങളിപ്പോൾ ഞാൻ രാവിലെ ഉറക്കം എഴുന്നേക്കുന്നത് നിങ്ങളുടെ 24 ന്യൂസിന്റെ ന്യൂസ് കണ്ടിട്ടാണ്. അതിനകത്ത് നിങ്ങൾ പറയുന്നത് ഇന്നലെ പറയുന്നത് ഇന്ത്യയോട് എന്താണ് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങാൻ വേണ്ടിയിട്ട് അമേരിക്ക സമ്മതിച്ചു എന്നൊക്കെയാണ്. അത് എത്ര കള്ളമായിട്ടുള്ള വാർത്തയാണ്. അതായത് കഴിഞ്ഞ 2 വർഷമായിട്ട് ലിസ്റ്റിംഗ് എടുത്ത് നോക്കിയോ, നിലവിൽ ഈ വർഷം വരെ, അതായത് ഈ ജനുവരി ഫെബ്രുവരിയിലും റഷ്യയിൽ നിന്നാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്നത്. ഇനി അതിന് മുമ്പുള്ള മാസങ്ങൾ നിങ്ങൾ എടുത്ത് നോക്കിയോ, നിന്നായിരുന്നു കഴിഞ്ഞ തോമസ് മന്ത്രാലയത്തിന് കണക്ക് വെച്ച് മറുപടി ഉണ്ട്. എന്റെ പ്രശ്നം അതല്ല. എന്റെ പ്രശ്നം ടു എനേബിൾ ഓയിൽ ടു കീപ് ഫ്ലോവിംഗ് ഇൻ ടു ഗ്ലോബൽ മാർക്കറ്റ് ദ ട്രഷറി ഡിപ്പാർട്ട്മെന്റ് ഈസ് issuing a temporary 30-day waiver to allow Indian refineries to purchase Russian oil. ഇത് പറയാൻ അമേരിക്ക ആരാ എന്നൊരു ചോദ്യം ഇതുവരെ ഉണ്ടാവാത്ത എന്താ? നിങ്ങളുടെ പണി നോക്കിയിരിക്കുക. അത് പറയുന്നത് അമേരിക്ക അല്ല, ഞങ്ങൾ തീരുമാനിക്കും എന്നൊരു ഒറ്റ വാക്ക് ആരും പറയാത്ത എന്താ? ശ്യാംരാജ്, അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ ഇതിനകത്ത് വിഷയം അറിയോ? ഇത് ഏതെങ്കിലും രാജ്യത്ത് നിന്ന് ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങിക്കുന്നതിന് ഒരു കാര്യമേ അല്ല ഇവിടെ പറയുന്നത്. അതായത് അമേരിക്ക അല്ലെങ്കിൽ റഷ്യ പോലുള്ള രാജ്യങ്ങൾക്ക് സെക്കൻഡറി സാങ്ഷൻസ് എന്ന് പറയുന്ന സംവിധാനമുണ്ട്. അതായത് അവർ ഏതെങ്കിലും ഒരു രാജ്യത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംവിധാനത്തിന് ഒരു ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ ഉപരോധം ഏർപ്പെടുത്തിയ ആളുകളുമായിട്ട് ആരെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കൂടെ ഉപരോധം ഏർപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും. ഈ ഓർഡർ അവരിട്ടു. അത് ഇന്ത്യക്ക് വേണ്ടിയിട്ട് മാത്രമൊന്നുമല്ല, ലോകരാജ്യങ്ങൾക്ക് മുഴുവനായിട്ട് അവരുടെ ഓർഡർ അവർ പറയുന്നു ഈ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ, ഇറാനിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങാൻ വേണ്ടി പാടില്ല. authorizing the delivery and sale of crude oil and petroleum products of Russian Federation origin load on vessels on March 5, 2026 to India. അത് ലേറ്റസ്റ്റ് ആണ് ഹാഷ്മി. അത് രണ്ടാമത്തെ ഞാൻ എനിക്ക് നമ്പർ മാറി രണ്ടാമത്തെ പറയുന്നത് ലേറ്റസ്റ്റ് ഓർഡർ കറക്റ്റാണ്. അതിനകത്ത് വിഷയം എന്താണ്? ഇത് ഞാൻ പറഞ്ഞിട്ടുള്ള മുമ്പ് ഇറങ്ങിയിട്ടുള്ള ഓർഡർ, ആ ഓർഡറിൽ വ്യത്യാസം വരുത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ആ ആദ്യത്തെ ഓർഡർ, അതായത് റഷ്യയിൽ നിന്നും ഇറാനിൽ നിന്നും അടക്കമുള്ള ക്രൂഡ് ഓയിൽ ഏതെങ്കിലും ലോകരാജ്യങ്ങൾ വാങ്ങുന്നത് പ്രോഹിബിറ്റ് ആണെന്ന് പറയുന്ന സമയത്ത് തന്നെ കഴിഞ്ഞ മാസങ്ങളിലെല്ലാം നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങി. ഞാൻ പറയാം ഹാഷ്മിയുടെ പ്രശ്നം വളരെ ചുരുങ്ങിയ സംശയമാണ്. ശ്യാംരാജ് എന്ന് പറയുന്നു റഷ്യയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. 40% 20% പോട്ടെ, അത് കാര്യം ശരി, അങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ട്രഷറി സെക്രട്ടറി പറയാണ്, ഞങ്ങൾ നിങ്ങൾക്ക് 30 ദിവസത്തെ ഒരു അനുവാദം തരുക കേട്ടോ എന്ന് പറയുന്നത്. എന്നിട്ട് കർശനമായി ഇന്ന ഡേറ്റ് പറയാണ്. നമ്മൾ പറയേണ്ട എന്താ? നമ്മൾ പറയേണ്ടത് എടോ അമേരിക്ക അത് ഞങ്ങൾ തീരുമാനിക്കും, നിങ്ങൾ ഇങ്ങോട്ട് പറയാൻ പറയണ്ട എന്നൊരു ഒറ്റ വാക്കുണ്ടാവാത്ത എന്താ? ശ്യാംരാജ്, ലേറ്റസ്റ്റ് സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ്മെന്റ് ഇന്ന് ഈ തവണയും ഇന്ത്യ റഷ്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കൂടുതൽ വാങ്ങിക്കുന്നത്. ലേറ്റസ്റ്റ് മണിക്കൂറുകൾക്ക് മുമ്പ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. അമേരിക്ക ഞങ്ങൾ ഡിക്റ്റേറ്റ് ചെയ്യാൻ വേണ്ട, ആ ഉത്തരവ് കൈവെക്ക് എന്ന് ധൈര്യത്തോടെ പറയണം. നമ്മൾ പറഞ്ഞ രാജ്യം ഇത്, നമ്മൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ. ഹാഷ്മി തെറ്റിദ്ധരിച്ചതോ? ഞാൻ പറയാം, ഹാഷ്മി തെറ്റിദ്ധരിച്ചതോ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രശ്നം അറിയോ? ഒന്ന്, അവർ പറഞ്ഞിട്ടുള്ള അവരുടെ ലേറ്റസ്റ്റ് ഓർഡർ അല്ല ലേറ്റസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, അതിൽ അവരുടെ തന്നെ ഓർഡറുകൾ തിരുത്തി വരികയാണ് പറ്റിയാണ്. അല്ലാതെ ഇന്ത്യ എവിടെ നിന്ന് വാങ്ങണം എന്നുള്ളതല്ല സ്റ്റേറ്റ്മെന്റ്. എന്നാണ് സ്റ്റേറ്റ്മെന്റ് സാറേ? ചർച്ചയ്ക്ക് വരുമ്പോൾ ഈ പറയുന്ന ഇറങ്ങിയ ഉത്തരവുകൾ സാധാരണ വായിച്ചു നോക്കാറില്ലേ? നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്ന വിഷയം അവരെന്തിനാണ് പറയുന്നത്? എന്റെ പൊന്നു ശ്യാംരാജ്, റഷ്യ സെല്ലർ, ഇന്ത്യ ബയർ, റഷ്യ സെല്ലർ, ഇന്ത്യ ബയർ. നമ്മൾ തീരുമാനിക്കും റഷ്യയിൽ നിന്ന് വാങ്ങിക്കണോ ഇന്തോനേഷ്യയിൽ നിന്ന് വാങ്ങിക്കണോ, നമ്മൾ തീരുമാനിക്കും. ഗുവാഹട്ടി നമ്മൾ തീരുമാനിക്കും. അതിൽ ഒരുത്തമെന്ന് പറയണ്ട. നിങ്ങൾ 30 ദിവസം മേടിച്ചു എന്ന് പറയണ്ട. അത് ലോക രാജ്യങ്ങളോട് മുഴുവൻ അവർ പറഞ്ഞവരോടാണ്. വാഷിംഗ്ടൺ ഡിസിയിൽ നിന്ന് ഇന്ത്യക്ക് വേണ്ടി ഇറക്കിയ ഈ ഉത്തരവ്, വാഷിംഗ്ടൺ ഡിസിയിൽ ഇന്ത്യക്ക് വേണ്ടി ഇറക്കിയ ഉത്തരവ് പോയി പണം നോക്കുന്നു പറയാൻ ധൈര്യം നമുക്കുണ്ടോ? വാങ്ങിയത് വാങ്ങാത്തതല്ല. 30 ദിവസം നിങ്ങൾ വാങ്ങിച്ചോ എന്ന് പറഞ്ഞ ഈ ഔദാര്യം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ പരമാധികാര രാഷ്ട്രമാണ് എന്ന് പറയാനുള്ള ധൈര്യം നമുക്കുണ്ടോ എന്നാണ് ചോദ്യം. അവർ തന്നെ പ്രോഹിബിറ്റ് ചെയ്തതിനെ അവർക്ക് തിരുത്തേണ്ടി വന്നു. ഓക്കെ, എന്ന് പറഞ്ഞാൽ ലോകത്തിന് മൊത്തം നേരത്തെ ബാൻ ആയിരുന്നെങ്കിൽ ഇപ്പൊ ഇന്ത്യക്ക് മാത്രമാക്കി ബാൻ ചുരുക്കി എന്നാണ് പറയുന്നത് അല്ലേ? എന്നിട്ട് നിങ്ങൾ പറയും ഇത് സ്ട്രാറ്റജിക് വിജയം എന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ
എന്റെ വളരെ സിമ്പിളായ ചോദ്യം, ഇത് ഇന്ത്യ അഡ്രസ് ചെയ്തുണ്ടാക്കിയ ഇന്ത്യക്ക് വേണ്ടി ഇറക്കിയ ഉത്തരവാണ്. ആ ഉത്തരവ് വേണമെങ്കിൽ രഹസ്യമായി കേന്ദ്ര അല്ലെങ്കിൽ സർക്കാർ കൊടുക്കാമായിരുന്നു. ഇത് മറ്റേ എന്താണ് വെടിവഴിപാട് ഉറക്കെ വിളിച്ച് പറഞ്ഞാൽ ഗുണം കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ ഉറക്കെ വിളിച്ച് ലോകത്തെ മൊത്തം അറിയിക്കുകയാണ് എന്താണ് ഞങ്ങൾ ഇന്ത്യക്ക് ഔദാര്യം കൊടുക്കുന്നു എന്ന് പറയാണ്. അതെങ്കിലും തെറ്റാണ് എന്ന് പറയാൻ ധൈര്യം നമുക്ക് ചോദ്യം വിട്ടേക്ക്, ഞാൻ അങ്ങനെ എത്താം. മോഹൻപിള്ള, ഇവിടെ ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമാണ്. അതിനുവേണ്ടി അസംഖ്യം രക്തബലികൾ കൊടുക്കേണ്ടി വന്ന ദീർഘമായ സ്വാതന്ത്ര്യ സമരചരിത്രമുള്ള ധീരമായി തലകുനിക്കാൻ മനസ്സില്ലാത്ത രാജ്യമാണ്. ആ രാജ്യത്തോടാണ് അവിടുത്തെ റിഫൈനറികൾക്ക് 30 ദിവസം അനുവാദം. ഒരു 3 എന്തും ആയിക്കോട്ടെ, ഈ അനുവാദം ഇത് യാഥാർത്ഥ്യമാണ്, അവർ പറയാവത്തി പറയുന്നതാണ്. ഒരു മുൻ സൈനികൻ എന്ന നിലയ്ക്ക് ആ ഡിക്റ്റാറ്റ് കേൾക്കുമ്പോൾ തോന്നുന്നത് എന്താണ്? പറഞ്ഞിരിക്കുന്ന വാർത്ത സത്യമാണെന്നുണ്ടെങ്കിൽ അത് ശരിക്കും US ഇന്ത്യയുടെ മേലിൽ ഇമ്പോസ് ചെയ്യുന്ന ഒരു തിട്ടൂരമാണ്. അതായത് ഇന്ത്യയെ ഡിക്റ്റേറ്റ് ചെയ്യാൻ ട്രംപ് വരില്ലായിരുന്നു. ഡേ 1 മുതൽ നമ്മൾ ഒരു സ്റ്റാൻഡ് ക്ലിയർ കട്ടായിട്ട് എടുക്കണം. അതായത് ഒരു കാരണവശാലും നമ്മളുടെ ഒരു രാജ്യത്തിന്റെയും പരമാധികാരത്തിൽ ഇടപെടുവാനായിട്ട് US എന്നല്ല ഒരു രാജ്യത്തിനും അധികാരമില്ല എന്നുള്ള ഓപ്പൺ സ്റ്റാൻഡ് എടുത്തിട്ട് വളരെ കറക്റ്റ് ആയിട്ട് സ്ട്രേറ്റ് ആയിട്ട് പോകണമായിരുന്നു. നമ്മളിപ്പം ഇക്കണോമിക് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതായത് ഒരു ആൻസർ ഉണ്ട്. എന്താണ് ആൻസർ? നമുക്ക് ഒരു ഡിപ്ലോമാറ്റിക് വേയിൽ മുന്നോട്ട് പോവുക, നമ്മുടെ സർവൈവലാണ് നമ്മുടെ ഇമ്പോർട്ടൻസ്. അതല്ലായിരുന്നു വേണ്ടിയിരുന്നത് ക്ലിയർ കട്ട് ആൻസർ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അത് കൊടുക്കുക. പിന്നെ അത് മനസ്സിലാക്കിയപ്പോൾ നമ്മളിപ്പം എന്താ പറയുന്ന ഡിപ്ലോമാറ്റിക് ഓഫീസിൽ പോയിട്ട് നമ്മുടെ NY അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് വേറൊരു കാര്യം. പക്ഷേ എന്നിരുന്നാലും വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഒരു സ്റ്റാൻഡ് ആദ്യം മുതൽ എടുത്തിരുന്നുണ്ടെങ്കിൽ ഈ അമേരിക്കയും ചൈനയും റഷ്യയും ഇസ്രയേലും ഈ ഒരു പ്രൊവോക്കേഷനിലോട്ട് വരില്ലായിരുന്നു, ലിമിറ്റ് ആയിനും. അത് നടന്നില്ല. അത് കൂടാതെ ഇപ്പോൾ വീണ്ടും നമ്മൾ വളരെ സൈലന്റ് ആയിട്ട് നിൽക്കുകയാണ്. സ്പെക്ടാക്ടർ, ദാറ്റ് ഈസ് വെരി റോങ്. രണ്ട് രാജ്യങ്ങൾ ഇതിനകത്ത് പ്രതികരിക്കേണ്ടത് ഇന്ത്യയും ചൈനയുമാണ്. യാതൊരു സംശയവുമില്ല. നിങ്ങൾ പറയുന്നത് വളരെ കറക്റ്റാണ് പട്ടാളക്കാര. പക്ഷെ നമ്മൾ ജി എങ്ങനെ പ്രതികരിക്കും? നമ്മുടെ ജിയുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രംപിന്റെ മുന്നിലുള്ള മുട്ട് മടക്കിയിരിക്കുന്നു. നീ വേണമെങ്കിൽ ഒരു മാസത്തേക്ക് റഷ്യൻ എടുക്കുന്ന എണ്ണ വാങ്ങിക്കുന്ന ട്രംപ് നമ്മളോട് പറയാ, ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ നിർത്താൻ പറയുമ്പോ നീ എണ്ണ വാങ്ങൽ നിർത്തണമെന്നും. എന്താ അവസ്ഥ എന്നാലോചിച്ചേക്കട്ടെ. ട്രംപിന്റെ ഈ തിട്ടുവരം കേട്ടില്ലേ നമ്മൾ ഇവിടുത്തെ ജി പറയുന്നു അമ്രാൻ പറയുമ്പോൾ തന്നെ അമ്രാൻ എപ്പം പറയുന്നു അപ്പൊ നമ്മൾ എണ്ണ വാങ്ങൽ നിർത്തും. ഇമ്രാൻ പറയുമ്പോൾ നമ്മൾ ഇരിക്കും, ഇമ്രാൻ പറയുമ്പോൾ നമ്മൾ നിൽക്കും. ഇതാണ് ഇപ്പത്തെ അവസ്ഥ. എന്നിട്ട് സംഖ്യകൾ ഇവിടെ കിടന്ന് തള്ളേന്ന് 56 നെഞ്ചളവും 65 നെഞ്ചളവും. നമുക്കുണ്ടായിരുന്ന ഒരു പ്രധാനമന്ത്രി, നല്ല പ്രധാനമന്ത്രി, നെഞ്ചിന്റെ അളവെന്ന് നോക്കണ്ട, പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ അതാണ് പ്രധാനമന്ത്രി. പാകിസ്ഥാനെ സഹായിക്കാൻ വേണ്ടി കപ്പലിങ് വന്നപ്പോഴില്ല, ഇന്ത്യന്റെ അതിർത്തി കടന്നതിന്റെ കപ്പലെങ്ങാൻ ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാല് ആ കപ്പൽ തിരിച്ചു പോകണമെന്ന് ഞാൻ തീരുമാനിക്കും, എന്റെ ഇന്ത്യ തീരുമാനിക്കും എന്ന് പറഞ്ഞ ഒരു പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. അതാണ് പ്രധാനമന്ത്രി, അതായിരിക്കണം ഒരു പ്രധാനമന്ത്രി. ചാണക സംഖ്യ ശ്യാംരാജിനെ കണ്ടം വഴി ഓടിച്ച ആശ്മിക്കും ആ പട്ടാളക്കാരനും പിന്നെ രക്ഷപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.